നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. കേരളത്തിൽ വമ്പിച്ച പോളിംഗ് ശതമാനമെന്നാണ് ലഭിക്കുന്ന അവസാനവട്ട സൂചനകൾ. ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ നീണ്ട ക്യൂ ദൃശ്യമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വൈകുന്നേരം 6 മണി വരെ പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് കടന്നവർക്കെല്ലാം സ്ലിപ്പ് നൽകിയിരിക്കുന്നു. അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. തീരദേശ മേഖലകളിലാണ് ഇപ്പോഴും ഏറ്റവും അധികം ക്യൂ കാണപ്പെടുന്നത്. തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലകളിൽ പൊഴിയൂര്, അതുപോലെ പാറശാല, കോവളം അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോഴും കനത്ത ക്യൂ ദൃശ്യമാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയപരിധി അവസാനിച്ചു. വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോഴും കേരളത്തിൽ ഇക്കുറി ഏറെ കോളിളക്കമുണ്ടായ നിരവധി സംഭവങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ സംബന്ധിച്ച വലിയ വാദപ്രതിവാദങ്ങൾ. ആ വാദപ്രതിവാദങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പല്ല, തെരഞ്ഞെടുപ്പ് ദിവസവും നിരവധി തവണ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായി ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് മതനിരപേക്ഷ നിലപാട് തന്നെയാണുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരല്ല കത്തോലിക്ക സഭ. കേന്ദ്ര സർക്കാർ തുടരണ്ട എന്ന ആഗ്രഹമില്ല, കേന്ദ്ര സർക്കാർ തുടരണമെന്നാണ് ആഗ്രഹമെന്ന് വ്യക്തമാക്കി പറയുന്നു ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ തന്നെ. ഏത് സാഹചര്യത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഇക്കുറി വോട്ട് ചെയ്തത്? ഇതാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനമായി BJP ഉറ്റുനോക്കുന്ന ഘടകം. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് ബിലീവേഴ്സ് ചർച്ച് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആന്റോ ആന്റണി എന്ന ചെറുപ്പക്കാരന് പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നൽകുന്നുവെന്നായിരുന്നു ബിലീവേഴ്സ് ചർച്ചിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ലത്തീൻ സഭയുടെ വലിയ പിന്തുണ ശോഭാ സുരേന്ദ്രന് ലഭിച്ചിരുന്നു. തിരുവനന്തപുരത്ത് സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിലും അവസാന നിമിഷം ലത്തീൻ സഭയുടെ ചില ഇടവകകളിൽ ഇടയലേഖനം വായിച്ചു. അത് കേന്ദ്ര സർക്കാരിനെതിരായ ഇടയലേഖനമാണെന്ന് അവർ അറിയിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം, അതായത് കഴിഞ്ഞ ദിവസം ലത്തീൻ സഭാ അധികൃതരുമായി, പ്രത്യേകിച്ച് ബിഷപ്പുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു നിലപാട് ലത്തീൻ സഭയ്ക്കില്ല. ലത്തീൻ സഭയുടേതായി വന്ന മാധ്യമ വാർത്തകളൊക്കെ തന്നെ ആരുടെയൊക്കെയോ സൃഷ്ടിയാണ്. ലത്തീൻ സഭ എല്ലാവരോടും സമദൂര നിലപാട് സ്വീകരിക്കുന്നതാണ്. ലത്തീൻ സഭയ്ക്ക് ആരോടും വിരോധമില്ല. ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം, തിരുവനന്തപുരം അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ ഇത്തരം ലത്തീൻ സഭയുടെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പല സ്ഥാനാർത്ഥികളും ജയാപരാജയങ്ങൾ നിശ്ചയിക്കുന്നതും ചിന്തിക്കുന്നതും. അവർ ഞങ്ങളുടെ കയ്യിലുള്ള വോട്ട് ബാങ്കാണ്, അവരുടെ വോട്ട് ബാങ്ക് മുഴുവൻ ഞങ്ങളുടെ പോക്കറ്റിലാണ്, അതുകൊണ്ട് മറ്റെന്തു തോന്നിവാസം കാണിച്ചാലും ഞങ്ങൾ ജയിച്ചു പോകുമെന്നുള്ള ഒരു ധാരണ നേരത്തെയൊക്കെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ. എന്നാൽ ഇക്കുറി അതിനെ പൊളിച്ചെഴുതും വോട്ടർമാരുടെ താല്പര്യമെന്ന വിവരങ്ങൾ തീർച്ചയായും നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളിൽ അവസാന നിമിഷം കാണുന്ന ആ ഒരു ക്രൗഡ്, ആ ഒരു ജനബാഹുല്യം, അത് ആരിലേക്ക് തിരിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശി തരൂർ അവിടെ മണ്ഡലങ്ങളിലെത്തി വൈകി വോട്ട് പിടിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ചെറിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അത് തീരദേശ മേഖലകളിലാണ്, പൊഴിയൂരടക്കമുള്ള ഇടങ്ങളിലാണ്. ഇപ്പോൾ തരൂർ അവസാന നിമിഷം എത്തി ബൂത്തിനുള്ളിൽ തന്നെ പോളിംഗ് ബൂത്തിനുള്ളിൽ തന്നെ കടന്ന് വോട്ട് ചോദിച്ചു എന്ന് ഇടതുമുന്നണി വലിയ ആക്ഷേപം ഉന്നയിച്ചത്. ഇത്തരത്തിൽ ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ ഇക്കുറി നിർണായകം തന്നെയാണ്. അവിടെ പത്തനംതിട്ടയിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ വലിയ രീതിയിൽ BJPക്ക് ലഭിച്ചുവെന്ന് PC ജോർജ് വ്യക്തമാക്കുന്നു. അത് പത്തനംതിട്ടയിൽ നിർണായകമാകും. തോമസ് ഐസക് 3-ാം സ്ഥാനത്താകും, ആന്റോ ആന്റണി 2-ാം സ്ഥാനത്താകും, അനിൽ കെ ആന്റണി പത്തനംതിട്ടയിൽ വിജയിച്ച് കയറുമെന്നാണ് PC ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തൃശ്ശൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് കൃത്യമായി സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അതുമാത്രവുമല്ല, തൃശ്ശൂരിൽ ഇടത് വലത് മുന്നണികൾ പരാജയ ഭീതിയിലാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ K മുരളീധരൻ വലിയ ആക്ഷേപവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. CPM വോട്ട് മറിച്ചിരിക്കുന്നു. CPIയെ ചതിച്ചിരിക്കുന്നു. CPMൻ്റെ വലിയൊരു വിഭാഗം വോട്ട് സുരേഷ് ഗോപിക്കായി മറിച്ച് നൽകിയിരിക്കുന്നു. അതിന് കാരണമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെയും മകളെയും ED ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. കേരളത്തിൽ 2 സീറ്റുകൾ BJPക്ക് നൽകാമെന്ന് CPM തന്നെ സമ്മതിച്ചിട്ടുണ്ട്.
CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ CPM വോട്ട് ചെയ്തിരിക്കുന്നത്. കെ മുരളീധരനാണ് തൃശ്ശൂരിലെ UDF-ന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് ഇത്തരത്തിൽ ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തൻ്റെ CPM-ന്റെ വോട്ട് BJP-ക്ക് മറിച്ചു നൽകിയിരിക്കുന്നു. CPM CPI-യെ ചതിച്ചിരിക്കുന്നു. ഇതാണ് കെ മുരളീധരൻ്റെ പ്രതികരണം. BS സുനിൽകുമാറിൻ്റെ പ്രതികരണമാകട്ടെ മറ്റൊന്നാണ്. അതായത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള BJP വോട്ടർമാരെ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പേര് ചേർത്ത് അവിടുത്തെ വോട്ടർമാരാക്കി മാറ്റി. അത്തരത്തിൽ 10,000-ഓളം വോട്ടുകളാണ് അധികമായി തൃശ്ശൂരിൽ BJP ചെയ്തത് എന്ന ആരോപണമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി BS സുനിൽകുമാർ ഉന്നയിക്കുന്നത്. ഇതിനൊരു മറുചോദ്യം BJP ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസമുണ്ടായിരുന്നല്ലോ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തു വന്നിട്ട് എത്രയോ ദിവസങ്ങളായി. പ്രാദേശികമായ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ അല്ലെങ്കിൽ CPI-യുടെ നേതാക്കൾക്ക് കൃത്യമായി അറിയാലോ ആരാണ് വോട്ടർമാരെന്ന്. അവരെ അന്ന് തന്നെ ചലഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. ഇവിടെ പത്തനംതിട്ടയിലെത്തിയാൽ വോട്ടിംഗ് മെഷീനിൽ വലിയ ക്രമക്കേടാണെന്ന് ആന്റോ ആന്റണി പറയുന്നു. അവിടെ അനിൽ കെ ആന്റണിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് PC ജോർജ് പറഞ്ഞതിന് പിന്നാലെയാണ് ആന്റോ ആന്റണി വിചിത്രമായ ഒരു ആരോപണമായി എത്തിയിരിക്കുന്നത്. ഏത് ചിഹ്നത്തിൽ കുത്തിയാലും ആ വോട്ട് BJP-ക്ക്. കാലങ്ങളായി രാജ്യത്തെ പ്രതിപക്ഷം ആരോപിക്കുന്ന ആരോപണമാണ്. ഇതുവരെ അതിൽ ഒരു തെളിവുകളോ ഒരു വ്യക്തതയോ വന്നിട്ടില്ല. എന്നിട്ടും ഇപ്പോഴും വെറുതെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. പത്തനംതിട്ടയിലും കോൺഗ്രസ് പരാജയ ഭീതിയിലാണ്. തിരുവനന്തപുരത്താകട്ടെ പരാജയ ഭീതിയിൽ തരൂര് അവസാന നിമിഷം തീരദേശ മേഖലകളിൽ പോളിംഗ് ബൂത്തിലേക്ക് കയറി വോട്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അത് വലിയ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ഇക്കുറി മറികടക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു ഘടകം. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിനെ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. നഗരമേഖലകളിൽ ഇതിനകം തന്നെ പോളിംഗ് ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ആളുകൾ ക്യൂ നിൽക്കുന്നത്. 6 മണി വരെയായിരുന്നു പോളിംഗ് സമയം. 6 മണി വരെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് കയറിയവരെ സ്ലിപ്പുകൾ നൽകി അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും, അല്ലാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിനെ മറികടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വോട്ട് വർദ്ധിക്കുന്നത് ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നു. വോട്ട് കുറയുന്നത് ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് മറ്റു ചിലരും അവകാശം ഉന്നയിക്കുന്നു. എന്തായാലും കേരളം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ന് നടന്നത്. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരിയ തോതിലുള്ള സംഘർഷങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ മറികടക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക രേഖകളും ഔദ്യോഗിക ഫലവും വരണമെങ്കിൽ അത് 2-3 മണിക്കൂർ അവസാനിക്കും. എന്തായാലും അത് വന്ന ശേഷം മാത്രമേ കൃത്യമായി എത്ര ശതമാനം വോട്ടിംഗ് കേരളത്തിൽ നടന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാനൊക്കൂ.